ന്യൂസിലൻഡിനെതിരായ രണ്ടാം ഏകദിന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആധികാരിക ജയം. സന്ദർശകർ ഉയർത്തിയ 108 റൺസിന്റെ വിജയലക്ഷ്യം 8 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. വിജയത്തോടെ പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കി. ന്യൂസിലാൻഡിനെതിരായ രണ്ടാം ഏകദിന മത്സരത്തിൽ ഏകപക്ഷീയമായിരുന്നു ഇന്ത്യൻ വിജയം. 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഈ വിജയത്തോടെ ഇന്ത്യ സ്വന്തമാക്കി. ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റർമാരാണ് നിറഞ്ഞാടിയതെങ്കിൽ രണ്ടാം മത്സരത്തിൽ ഇന്ത്യൻ ബൗളർമാർ മികവ് പുലർത്തി. പേരുകേട്ട ന്യൂസിലൻഡ് ബാറ്റർമാരെ മുഴുവൻ ഓവർ പോലും ബാറ്റ് ചെയ്യാൻ ഷമിയും കൂട്ടരും സമ്മതിച്ചില്ല. 34.3 ഓവറിൽ 108 റൺസിന് കിവിപട തകർന്നടിഞ്ഞു. അതേസമയം ഇന്ത്യയ്ക്കായി ബോളെടുത്ത എല്ലാ ബോളർമാരും വിക്കറ്റുകൾ നേടി. 6 ഓവറിൽ 18 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് നേടിയ മുഹമ്മദ് ഷമിയായിരുന്നു ഇന്ത്യൻ ബോളർമാരിൽ ഏറ്റവും അപകടകാരി. ഹാർദിക് പാണ്ഡ്യ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ 2ഉം, മുഹമ്മദ് സിറാജ്, ഷർദുൽ താക്കൂർ, കുൽദീപ് യാദവ് എന്നിവർ ഓരോ വിക്കറ്റും നേടി. ന്യൂസിലാൻഡ് നിരയിൽ 36 റൺസ് എടുത്ത ഗ്ലെൻ ഫിലിപ്പ്, 27 റൺസ് നേടിയ മിച്ചൽ സാന്നർ, 22 റൺസ് നേടി മിച്ചൽ ബ്രാസ്വെൽ എന്നിവർ ഒഴികെ മറ്റാർക്കും 2 അക്കം പോലും തികയ്ക്കാൻ സാധിച്ചില്ല. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇന്ത്യൻ ബൗളർമാർ വിക്കറ്റ് വീഴ്ത്തി തുടങ്ങിയിരുന്നു. സ്കോർ ബോർഡിൽ 15 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ 5 മുൻനിര ബാറ്റർമാരെ ന്യൂസിലൻഡിന് നഷ്ടമായി. കുറഞ്ഞ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇന്ത്യയ്ക്ക് വേണ്ടി നായകൻ രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടിയതോടെ ഇന്ത്യ അനായാസം വിജയം കണ്ടു. പരമ്പരയിലെ അവസാന മത്സരം ചൊവ്വാഴ്ച നടക്കും. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.